Good evening, everybody. So, welcome to Let's Crack Kerala Exams with Unacademy. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. എൻ്റെ പേര് അനുജ മേരി തോമസ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആൻഡ് എക്സ്പ്രസീവ് ആർട്സ് തെറപ്പി ട്രെയിനറാണ്. ഐ ഹാവ് ഗോട്ട് എൻ MSc ഇൻ അപ്ലൈഡ് സൈക്കോളജി ആൻഡ് ഞാൻ എടുക്കുന്ന വിഷയങ്ങൾ സൈക്കോളജി. അതിനോടൊപ്പം സൈക്കോളജിയിലെ ഡിഫറെൻറ്റ് ഫീൽഡുകളിലെ ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സോഷ്യോളജി, ഹോം സയൻസ് ആൻഡ് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ക്ലാസ്സുകളും എടുക്കുന്നതായിരിക്കും. സോ 1 year teaching experience in UG and PG level at psychology department. അതോടൊപ്പം തന്നെ on and off teaching experienceും gain ചെയ്തിട്ടുണ്ട്. And then what you actually get from Unacademy is that you get daily live classes, വളരെ structured ആയിട്ടുള്ള courses നിങ്ങൾക്ക് ലഭിക്കുന്നു, live test and quizzes, unlimited access to every information that is available. And then you have got the best educators available. YouTube തരംഗങ്ങളായിട്ടുള്ള പലരെയും നമുക്ക് ജസ്റ്റ് മൻസൂർ അലി കപ്പുങ്കൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ അവരുടെയൊക്കെ യൂട്യൂബ് വീഡിയോസ് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്. സോ യു ഹാവ് ഗോട്ട് ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് അവൈലബിൾ. ആൻഡ് ദെൻ അൺഅക്കാഡമിയുടെ മറ്റ് അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നു. ലൈവ് പോൾസ്, ഇപ്പൊ നടക്കാൻ പോകുന്ന യൂട്യൂബ് MCQs പോലെ PYQs പോലെയുള്ള ലൈവ് പോൾസ്, ടെസ്റ്റ് ആൻഡ് ക്വിസസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ആൻഡ് ദെൻ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ്, നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തു, എത്രമാത്രം മുൻപോട്ടേക്ക് പോകുന്നു, എത്രമാത്രം കൂടുതലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായിട്ട് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ PDFs, ലേണിംഗ് മെറ്റീരിയൽസ്, എഡ്യൂക്കേറ്റേഴ്സിന്റെ അനോട്ടേഷൻസും എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെയുള്ള എന്താ പറയുക ഒരു PPT നിങ്ങൾക്ക് സേവ് ചെയ്ത് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ന്യൂ ബാച്ചിന്റെ അലേർട്ട് ആണ്. 28th മാത്രം നിങ്ങൾ നോക്കുക. 28th ദിശയിലേക്ക് എൻറോൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റും 28th ഡിസംബറിൽ നടക്കുന്നു. അപ്പം ഫ്രീ എന്താ പറയാ ഫോർ 10th ലെവൽ പ്രിലിംസ് ആണ് ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ്. അതോടൊപ്പം തന്നെ 12th ലെവൽ പ്രിലിംസിനും ദിശ എന്ന് പറയുന്ന പ്രോഗ്രാമും നടക്കുന്നു. ആൻഡ് ദെൻ അൺലോക്ക് ഫ്രീ കണ്ടന്റ്, അൺഅക്കാഡമിയിൽ നിന്ന് ഫ്രീ കണ്ടന്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അൺഅക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിന്ന് കേരള PSC സെലക്ട് ചെയ്ത് ഫ്രീ ലൈവ് ക്ലാസ്സസ് ചൂസ് ചെയ്യുക. അവിടെ നമ്മുടെ റെഫറൽ കോഡ്സ് കൊടുക്കുക. Invite code in the referral code ആണ് AMT10, Anuja Mary Thomas 10. So please make sure that you use that as well. 12 മാസത്തെ subscription is 9,350 rupees. So make sure that as well. ഈ ഒരു ഫെബ്രുവരി മാസം മാത്രമേ ഈ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. മാർച്ച് തൊട്ട് ഈ ഒരു 10% ഡിസ്കൗണ്ട് മാറി 5% ഡിസ്കൗണ്ട് ആകും. ആൻഡ് ദെൻ ഫീനിക്സ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ, ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം ദാറ്റ് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് മാറണമെങ്കിൽ ഫീനിക്സ് എഡ്യൂക്കേറ്റേഴ്സ് ആക്സലറേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞതുപോലെ ഫെബ്രുവരി മാസം വരെ ഉള്ളൂ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട്. മാർച്ച് മാസം തൊട്ട് it becomes 5%. so make sure that നിങ്ങൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ദെൻ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് EMI ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ദ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിച്ചും നിങ്ങൾക്ക് EMI ഓപ്ഷൻസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റാഫ് നഴ്സ് എക്സാം PYQ ഡിസ്കഷൻ. അപ്പൊ സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ദിസ് ഇസ് നോട്ട് റിയലി യൂസ് ഫോർ സ്റ്റാഫ് നഴ്സ് എക്സാമിന് മാത്രമല്ല, നെറ്റ് പോലെയുള്ള നെറ്റ് അതോടൊപ്പം തന്നെ സൈക്കോളജി പാഠ്യേതര വിഷയമായിട്ടുള്ള CDPO എക്സാംസ്, അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാംസ്. അപ്പം ഇതിനൊക്കെയും ഈ ഒരു എന്താ പറയുക MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ആരെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോടൊപ്പം തന്നെ ഈ ആൻസേഴ്സ് ചെയ്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, സോ ജോയിൻ മീ നൗ. ഇപ്പോൾ തന്നെ എന്നോടൊപ്പം ജോയിൻ ചെയ്യുക. സോ ദാറ്റ് യു ക്യാൻ ബി പാർട്ട് ഓഫ് വാട്ട് എവർ ഐ ആം എന്താ പറയുക ഞാൻ ചെയ്തു പോകുന്ന ചോദ്യങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾക്കും ചെയ്തു പോകാവുന്നതാണ്. അപ്പം സൈക്കോളജി MCQs, so make sure that you be part of that as well. Okay, so നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So let's start. Sorry, so let's start just now. I will start now. Okay, so let's start. So psychology is defined as the scientific study of what? Psychology എന്ന് പറയുന്നത്, okay, somebody is here.
So psychology is defined as the scientific study of what? It is defined as option A, mental disorders, option B, various aspects of mental processes, option C, various aspects of human relationship, option D, human and animal behavior. Psychology is defined as the scientific study of what? ഇതിനകത്ത് നമുക്ക് രണ്ട് സംശയങ്ങൾ തോന്നാം. ഇറ്റ് ക്യാൻ ബി എയ്തർ ബി, ഇറ്റ് ക്യാൻ ബി എയ്തർ ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ പഠിക്കുന്നുണ്ട്. അപ്പം മേ ബി ഇതുമാകാം. പക്ഷെ നൗ വി ക്യാൻ ചൂസ് ദ ഓപ്ഷൻ ബി, വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മെന്റൽ പ്രോസസ്സസ്. ഓക്കെ, സോ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Psychology is a what? Psychology is a natural science ആണോ, physical science ആണോ, biological science ആണോ, social science ആണോ? സൈക്കോളജിക്ക് നമ്മൾ പല ബ്രാഞ്ചസുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് നാച്ചുറൽ സയൻസിന്റെ ഇതുണ്ടെന്ന് പറയുന്നു, ഫിസിക്കൽ സയൻസ്. ആദ്യം ഇത് ഫിലോസഫി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് വന്നത്. പിന്നീട് പിന്നീട് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ഇതിനകത്ത് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സൈക്കോളജി ഈസ് എ വാട്ട്? Psychology is a social science. The answer is option D, that is social science. Okay, question number 3. Which of the following deals with the study of how a person acts, feelings or thoughts are influenced by others? Which of the following deals with the study of how a person's actions, feelings or thoughts are influenced by others? അപ്പം ഒരു വ്യക്തിയുടെ ആക്ഷൻസും ഫീലിങ്സും തോട്ട്സും ഒക്കെ മറ്റുള്ളവർ വഴിയായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നതിനെയൊക്കെ പഠിക്കുന്നത് ഏതാണ്? Deals with how a person's actions, feelings, thoughts are influenced by others. So the answer for this is actually ഏതാണ്? Social psychology. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ മാത്രം 3A, correct answer. 3 is A. Okay, so question number 4. Psychology as a science of mind defined by dash school of psychology. Psychology a science of mind ആയിട്ട് കണക്കാക്കുന്നത് ഇതിലാരാണ്? ഈ നാലെണ്ണത്തിൽ. ഫസ്റ്റ് സൈക്കോ അനാലിസിസ്റ്റ്, അതായത് സിഗ്മണ്ട് ഫ്രോയിഡ് മുൻപോട്ടേക്ക് വെച്ച സൈക്കോ അനാലിസിസ്, സൈക്കോ അനാലിസിസ്. അതോടൊപ്പം തന്നെ ബിഹേവിയറിസം, ഇവാൻ പാവ്ലോ, BF സ്കിന്നർ ഒക്കെ മുൻപോട്ടേക്ക് വെച്ച ബിഹേവിയറിസം ആണോ? ഫങ്ഷനിസം, വില്യം ജെയിംസിന്റെ ഫങ്ഷണലിസം ആണോ? അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത്? The answer for this is actually ആരെങ്കിലുണ്ടോ? So the answer for this is D, ancient Greek philosophers. അപ്പം ancient Greek philosophers ആണ് psychology a science of mind ആയിട്ട് ഡിഫൈൻ ചെയ്തത്. Ancient Greek philosophers school of psychology actually defined the science of mind. Okay. Next one, who is the father of psychology? ആരാണ് സൈക്കോളജിയുടെ പിതാവ്? Is it William Wundt? Is it Sigmund Freud? Is it C.G. Jung? Or is it A.B. Titchener? ആരാണ് സൈക്കോളജിയുടെ പിതാവ്? നമ്മൾ പെട്ടെന്ന് സൈക്കോളജിയിൽ നമ്മൾ ആദ്യം ഇവാൻ പാവ്ലോയെ കുറിച്ചും സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആയിരിക്കും. പക്ഷേ എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡ് അല്ല. ഫാദർ ഓഫ് സൈക്കോളജി ഇസ് വില്യം വൂണ്ട്. Wilhelm Wundt ആണ് father of psychology. He is also known as the father of modern psychology. Modern psychologyയുടെ പിതാവ്, experimental psychologyയുടെ പിതാവ് എന്നൊക്കെയും വില്യം വൂണ്ട് ആണ് അറിയപ്പെടുന്നത്. Okay, so sixth question. ആറാമത്തെ ചോദ്യം ഇതാണ്. Behavior includes which of the following activity? Behavior includes which of the following activity? Motor ആണോ, കോഗ്നിറ്റീവ് ആണോ, അഫക്റ്റീവ് ആണോ, ഓൾ ദ എബവ് ആണോ? സോ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഡെപിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മോട്ടോറിനകത്ത് വരുന്നു. കോഗ്നിറ്റീവ് അതിനകത്ത് ചിന്തകൾ അഫക്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് അഫക്റ്റ് ഉണ്ട്, നമ്മുടെ മൂഡിനെ തീർച്ചയായിട്ടും നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഹേവിയർ ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്? ദ ആൻസർ ഇസ് ഓൾ ദ എബവ്. ഓക്കെ, സോ യെസ്. Question number 7 ഇനി എല്ലാവരും ആൻസർ ചെയ്യണം. ഐ വിൽ ബി ഗിവിംഗ് യു ടൈം ഫോർ ദാറ്റ്. Question number 7 നോക്കിക്കേ. Okay, so ready with question number 7? Vaicholu 7. Understanding subject psychology is important for a nurse because the nursing inde chodya eduthanne ullu. Understanding the subject psychology is important for a nurse because endondana
Question number 7. It helps the nurse to understand herself. It helps the nurse to understand others. It helps the nurse to improve situation by solving problems, or all the above. ഏതായിരിക്കും ഇതിന്റെ ഉത്തരം? തന്നെ മനസ്സിലാക്കാനാണോ, മറ്റുള്ളവരെ മനസ്സിലാക്കാനാണോ, അതോ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇംപ്രൂവ് സിറ്റുവേഷൻ സോൾവിംഗ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയാണോ? അപ്പൊ ഇതിൽ ഏതാണ്? ദ ആക്ച്വൽ ആൻസർ ഫോർ ദിസ് ഇസ് ഓൾ ദ എബവ്. ഇതെല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ സൈക്കോളജി അറിഞ്ഞിരിക്കണം. Okay, so next. E.B. Titchener defined psychology, I guess 7B. Correct answer, yes. Good guess. Okay, so E.B. Titchener defined psychology as the science of what? Science ne psychology a science of endayittana E.B. Titchener define ചെയ്തത്. അപ്പോൾ E.B. Titchener എവിടെയുള്ള മനുഷ്യനാ? പുള്ളി ഏതാണ് ഫോക്കസ് ചെയ്തതെന്ന് ഒന്ന് ആലോചിക്കേ. He was the one who supported structuralism, with whom? William Wundt ആട്ടോ. വില്യം വൂണ്ടിന്റെ സ്ട്രക്ചറലിസത്തെ അദ്ദേഹം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം വില്യം വൂണ്ടിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു എഡ്വേർഡ് ടിച്ച്നർ. അപ്പൊ അതുകൊണ്ട് തന്നെ E.B. Titchener defined psychology as the science of what? 8th question ആൻസർ എന്താ? Psychology is the science of സ്ട്രക്ചറലിസത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനകത്ത് എന്താ? സോൾ അല്ല, experience അല്ല, മൈൻഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ the answer for this is 8, conscious experience. E.B. Titchener defined psychology as a science of what? Conscious experience. Our next ചോദ്യം. Who defined psychology as the scientific study of activities of organisms in relation to its environment? അപ്പം psychology എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് സ്റ്റഡി, അത് ഓർഗാനിസത്തെ അതിന്റെ എൻവയോൺമെന്റിന്റെ റിലേഷനിൽ പഠിക്കുന്നതാണെന്ന് ആര് പറഞ്ഞു? J.B. വാട്സൺ ബിഹേവിയറിനെ കുറിച്ചാണ് പറഞ്ഞത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. വില്യം ജെയിംസ് പറഞ്ഞത് ഫംഗ്ഷനെ കുറിച്ചാണ്. പക്ഷെ എന്നാൽ ഇവരാരും, ഈ 3 പേരാരും എൻവയോൺമെന്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കോളജി ആസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗാനിസം ഇൻ റിലേഷൻ ടു ഇറ്റ്സ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞത് ഇസ് വുഡ്വർത്ത്. കേട്ടോ, അപ്പൊ വുഡ്വർത്ത് ആണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി question number 10. Which of the method is most scientific method of studying behavior? അപ്പൊ ഏതാണ് most scientific behavior എന്നറിയപ്പെടുന്നത്? Which of the method is most scientific method of studying behavior? Behavior പഠിക്കുന്നതിൽ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഇൻട്രോസ്പെക്ഷൻ ആണോ, ഒബ്സർവേഷൻ ആണോ, എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണോ, ഇന്റർവ്യൂ മെത്തേഡ് ആണോ? അപ്പൊ ഇതിലേതാ? Answer me. 10A, B, C, D. Option A introspection, option B observation, option C experimental, and option D interview method. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? 10 question number 10 ന്റെ ആൻസർ എന്താ? What is the answer for question number 10? The answer is experimental method. Yes. Okay. So the next question comes here. So introspection method means, അപ്പോൾ introspection എന്താണ്? Introspection methods means self motivation ആണോ, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണോ, അതോ സെൽഫ് ഒബ്സർവേഷൻ ആണോ, അതോ സെൽഫ് ഇൻട്രസ്റ്റ് ആണോ, അതോ സെൽഫ് ലേണിംഗ് ആണോ? ഇതിൽ ഏതാണ്? ഇൻട്രോസ്പെക്ഷൻ നമ്മളെ തന്നെ ഉൾക്കാഴ്ച എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സെൽഫ് ഒബ്സർവേഷൻ. നമ്മളെ തന്നെ നോക്കി നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനാണ് എന്തെന്ന് വിളിക്കുക? സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ഒബ്സർവേഷൻ ആണ്. സോ ഐ വാണ്ട് എവറിബഡി ഹു ഇസ് ഇൻ ദ ലൈവ് ചാറ്റ് ടു കമന്റ്. യെസ്, റീവ ജോർജ്. Oh God, you are here. So introspection method means self-observation. Okay, so who is the founder and principal proponent of psychoanalysis? അപ്പോൾ psychoanalysis-ന്റെ proponent അല്ലെങ്കിൽ founder എന്നറിയപ്പെടുന്നത് ആരാണ്? Who is the founder and principal proponent of psychoanalysis? Who is it? Option A, Sigmund Freud. Option B, E.B. Titchener. Option C, C.G. Carl Jung. And then we have option D, Alfred Adler. ഇപ്പൊ ഇതിൽ ഏതാണ് ശരിക്കും പറഞ്ഞാൽ ആരാണ് founder and principal proponent of psychoanalysis? Yes, Reva, you are correct. The answer is Sigmund Freud. Okay, so yes, we will move on to the next one. I am sure Alina would know the same. Yes, 11B is correct, and then 12A. I want her to answer as well, and then we will proceed. Okay, so yes, correct. Now question number 13, here it goes. Who is the psychologist who constructed the first intelligence test? Appa first intelligence test construct ചെയ്തത് ആരാണ്? Question option number A,
William James. Option B, J.B. Watson. Option number C, William McDougall. Option D, Alfred Binet. ആരാണ്? വില്യം ജെയിംസ് ആണോ, JB വാട്സൺ ആണോ, വില്യം മക്ഡോഗൽ ആണോ, ആൽഫ്രഡ് ബിനെ ആണോ? അപ്പൊ ഇതിൽ ആരാണ് ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? Question number 13. 13D, correct answer. That is Alfred Binet. Binet test, Stanford Binet scale. Okay. So question number 14. Unconscious process in which client block undesirable and unacceptable thought is termed as. ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, unconscious process, unconscious ആയിട്ട് ക്ലയന്റ് undesirable ആയിട്ടുള്ള കാര്യങ്ങളെ എന്താ പറയുന്നത് മറക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിനെ മാറ്റി നിർത്തുന്നു, ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ഇതിൽ ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് അൺകോൺഷ്യസ് പ്രോസസ് ആയിട്ട് ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ മറച്ചു വെക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ റിപ്രഷൻ, ഓപ്ഷൻ ബി സപ്രഷൻ, ഓപ്ഷൻ സി സബ്ലിമേഷൻ, ഓപ്ഷൻ ഡി ഡിനയൽ. ഏതാണ്? വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ്? യെസ്, റിപ്രഷൻ ആണോ, സപ്രഷൻ ആണോ, സബ്ലിമേഷൻ ആണോ, ഡിനയൽ ആണോ? ഡിനയൽ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒന്നും നടന്നിട്ടില്ല, ഇതൊന്നും അല്ല എന്ന് പറയുന്നതിനാണ് ഡിനയൽ എന്ന് പറയുക. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലെവലില് ഇതിനെ എന്താ പറയുക വേറൊരു രീതിയിൽ വേറൊരു സൈഡിൽ അതിന്റെ എനർജിയെ എന്താ പറയാ എനർജിയെ എന്താ പറയുന്നത് കൊടുക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഇറ്റ് ക്യാൻ ബി റിപ്രഷൻ ഓർ ഇറ്റ് ക്യാൻ ബി സപ്രഷൻ. അപ്പൊ അൺകോൺഷ്യസ് പ്രോസസ് ആയിട്ട് നടത്തുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ സോ ദ ആൻസർ ഇസ് റിപ്രഷൻ. ദ ആൻസർ ഇസ് റിപ്രഷൻ. ഓക്കെ, അപ്പൊ കോൺഷ്യസ് ആയിട്ട് ഒരു കാര്യം അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം മനസ്സിൽ വെക്കുന്നതിനെയാണ് എന്താന്ന് വിളിക്കുക? സപ്രഷൻ എന്ന് വിളിക്കുക. സോ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത് ഇസ് ആക്ച്വലി റിപ്രഷൻ. ഓക്കെ, ഇറ്റ്സ് റിപ്രഷൻ. It's repression, not suppression. Okay. Okay, which defense mechanism is related to creativity? Either 14B അല്ല 14A ആണ്, റിപ്രഷൻ ആണ്. ഓക്കെ, സോ 15. Which defense mechanism is related to creativity? ക്രിയേറ്റിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണ്? ഓപ്ഷൻ എ റിഗ്രഷൻ, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ, ഓപ്ഷൻ സി സബ്ലിമേഷൻ, ഓപ്ഷൻ ഡി റിപ്രഷൻ. ഞാൻ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ 15ന്റെ ആൻസർ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേനും ഞാൻ പറഞ്ഞു പോയി. സോ വാട്ട് ഈസ് ദ ആൻസർ ഫോർ 15? If a defense mechanism which is related to creativity, creativity-യുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണ്? Answer is, I want somebody to answer me this. So option 15. Yes, okay. So option 15 A ആണോ, B ആണോ, C ആണോ, D ആണോ? What is option 15? Which defense mechanism is related to creativity? ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണ് എന്ന് ചോദിച്ചാൽ the answer is actually sublimation. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ പടം വരച്ച് തീർക്കുമായിരിക്കും. സോ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു വേയിലേക്ക് നമ്മൾ നമ്മുടെ എനർജിയെ കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? സബ്ലിമേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി വാട്ട്? A defense mechanism. Okay, so question number 16. The study of physical and psychological changes which are incident to old age is called. അതായത് study of physical and psychological changes which are incident to old age in the physical and psychological changes നെ പറ്റി പഠിക്കുന്നതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുകയാണ്? ഓപ്ഷൻ എ ജീറിയാട്രിക്സ്, ഓപ്ഷൻ ബി ജെറന്റോളജി, ഓപ്ഷൻ സി clinical gerontology, option D clinical geriatrics. 15C sublimation. Okay, 15. Okay, so 16 ഉത്തരം എന്താണ്? What is question number 16? 16 ഉത്തരം എന്താണ്? The study of physical and psychological changes which are incident to the old age is called as what? It is called as what? I want answers, please. It is gerontology. അത് gerontology ആണ് നമ്മൾ ഓൾഡ് ഏജിനെ പറ്റി പഠിക്കുന്നതിനെ നമ്മൾ വിളിക്കുക. That is gerontology. Okay, so correct answers. Option number 17. Sorry, question number 17. To develop creative thinking, the best method of teaching ഏതാണ്? ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ. So I want somebody to answer this. To develop creative thinking, the best method of teaching is. അതായത് creative thinking develop ചെയ്യുന്നതിന് വേണ്ടി ഉള്ള best method of teaching ഏതാണ്? A. Group discussion,
B. Tutorial method. Option C. Demonstration. Option D. Brainstorming. അപ്പം ഇതിൽ ഏതാണ് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ the answer is brainstorming. Option D, that is brainstorming ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. Correct answers. Yes, correct. Okay, so 18. The students studies first-hand jobs and materials in their natural environment is known as. അതപ്പം കുട്ടികൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഹാൻഡ് ഒബ്ജക്ട്സും മെറ്റീരിയൽസും ഒക്കെ അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റിൽ പഠിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എന്തെന്നാ വിളിക്കുക? ഡെമോൺസ്ട്രേഷൻ ആണ്. ഓപ്ഷൻ എ ഡെമോൺസ്ട്രേഷൻ. ഓപ്ഷൻ ബി ലേണിംഗ് ബൈ ഡൂയിങ്. ഓപ്ഷൻ സി സിമുലേഷൻ. ഓപ്ഷൻ ഡി ഫീൽഡ് ട്രിപ്പ്. 16A I guess. 16A ആയിരുന്നോ? 16 was A. No, it was not geriatrics. It's gerontology. Okay, so brainstorming kindness. Option A. Question number 18. The student studies first-hand objects, materials in their natural environment is known as what? Option A demonstration. Option B learning by doing. Option C simulation. Option D field trip. So the answer for this is actually field trip. Okay. ഇനി ICDS പ്രോഗ്രാം ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ ചാൻസ് ഇല്ല, പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ICDS പ്രോഗ്രാം, നമ്മൾ ICDS സൂപ്പർവൈസേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ICDS സൂപ്പർവൈസേഴ്സ് ICDS പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1975, ഓപ്ഷൻ ബി 1970, ഓപ്ഷൻ സി 1978, ഓപ്ഷൻ ഡി 1980. So the answer here is 1975. 1975 ICDS പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ എല്ലാവരും സൈക്കോളജി റിലേറ്റ് ചെയ്തിരിക്കെ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചവരുമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ചോദ്യം ഇതാണ്: The government of India has announced the national health policy in the year. നാഷണൽ ഹെൽത്ത് പോളിസി ഏത് വർഷമാണ് മുൻപോട്ടേക്ക് കൊണ്ടുവന്നത്? 1978 ആണോ, 81 ആണോ, 83 ആണോ, 82 ആണോ? The answer is actually what? It is 1982. Option D. Option D 1982. Okay. Any next one. So option number 21. Sorry, question number 21. A brief description of an observed behavior or incident is known as what? അതായത് ഒരു നമ്മൾ ഒബ്സർവ് ചെയ്ത ഒരു ബിഹേവിയറിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ക്ലിനിക്കൽ റെക്കോർഡ് എന്നാണോ, ഓപ്ഷൻ ബി ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നാണോ, ഓപ്ഷൻ സി ഫാമിലി റെക്കോർഡ് എന്നാണോ, അതോ ആന്റികോഡൽ റെക്കോർഡ് എന്നാണോ? ഏതായിരിക്കും നമ്മൾ എന്താ പറയുന്നത് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ആൻ ഒബ്സർവ്ഡ് ബിഹേവിയർ? നമ്മൾ ഒബ്സർവ് ചെയ്ത ഒരു ബിഹേവിയറിനെ പറ്റിയോ അല്ലെങ്കിൽ ഇൻസിഡന്റിനെ പറ്റിയോ നമ്മൾ എഴുതുന്ന ബ്രീഫ് ഡിസ്ക്രിപ്ഷനെ എന്താ നമ്മൾ വിളിക്കുക? ഇറ്റ് ഇസ് നോട്ട് എനിവേ ക്ലിനിക്കൽ റെക്കോർഡ് അല്ല, ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ല, ഫാമിലി റെക്കോർഡും അല്ല. സോ ദ ആൻസർ ഇസ് ആന്റികോഡൽ റെക്കോർഡ്. ഓക്കെ, so ഇതില്ല കേട്ടോ, options illa. The answer is actually cretinism, the disease in adults due to the deficiency of thyroxine. Thyroxine deficiency variyayittu adults il undavavuna oru asugamaanu cretinism ennu parayunnathu. Okay, so question number 23. I want everybody to come to 23. Ellarum vayo 23 like. Everybody ready for 23? Yes, let's go. A sleep disturbance in which one awakens several times during the night and has difficulty returning to sleep. A sleep disturbance in which one awakens several times. രാത്രിയിൽ ഒത്തിരി തവണ എണീക്കുകയും അതോടൊപ്പം തന്നെ എണീറ്റാൽ ഉറക്കത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു. അപ്പം ഇതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ നാർക്കോലെപ്സി എന്നാണോ, ഓപ്ഷൻ ബി സ്ലീപ്പ് അപ്നിയ എന്നാണോ, ഓപ്ഷൻ സി സോമനാംബുലിസം, നമ്മൾ സിനിമയിലൊക്കെ ഒത്തിരി പ്രാവശ്യം കേൾക്കുന്നതാണ്, സോമനാംബുലിസം എന്നാണോ, അതോ ഓപ്ഷൻ ഡി ഇൻസോംനിയ എന്നാണോ? ഏതാണ് നമ്മൾ ഇതിനെ അറിയുന്നത്? നാർക്കോലെപ്സി, സ്ലീപ്പ് അപ്നിയ, സോമനാംബുലിസം അല്ലെങ്കിൽ എന്താണ്? ഇൻസോംനിയ. അപ്പൊ ഇതിനകത്തെ ചോദ്യത്തിന്റെ ഉത്തരം വേഗം പറഞ്ഞേ, വേഗം. യെസ്, ഓക്കെ. സോ 23 വരെ എത്തിയോ? 23യുടെ ഉത്തരം വേഗം പറയൂ. So Gift is here, Alina is here, and Reva is here. So I want everybody to answer. A sleep disturbance in which one awakens several times during the night and has difficulty returning to sleep. Orakathileke 23D.
Yes, Gifty, correct answer. The answer is insomnia. Well done. Well done, well done. Okay, so question number, yes, Alina, correct answer. I am sure Reva would know this. So, 24th question. When a person stops taking cocaine, അതായത് ഒരു വ്യക്തി cocaine എടുക്കുന്നത് സ്റ്റോപ്പ് ആകുമ്പോൾ all of the following occurs except എന്ത് സംഭവിക്കുന്നു? Except what happens? Option A. അപ്പം ഒരു വ്യക്തി cocaine എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ all of the following occurs except for except for what? Option A, occasional cravings for as long as a month. B, depression സംഭവിക്കുന്നു. Option C, an increased sense of energy. Option D, anhedonia. Anhedonia. ഇതിൽ ഏതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കാത്തത് ഏതാണ്? Occasional craving for so long ഉണ്ടാകാം, depression ഉണ്ടാകാം, an increased sense of energy ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ആനിഡോണിയ ഉണ്ടാവാനും ചാൻസ് ഇല്ല, ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പം ഇതിനകത്ത് കൊക്കെയിൻ എടുക്കാത്തപ്പം അറിയാൻ മേലാത്ത ഒരു സാധനം ആയതുകൊണ്ട് 24D എന്ന് പറഞ്ഞാണോ? അല്ല, 23D ആണെന്നാണല്ലേ പറഞ്ഞേ? 23D കറക്റ്റ് ആൻസർ. യെസ് യെസ് റീവ. സോ 24th ക്വസ്റ്റിനകത്തിന്റെ ഉത്തരം എന്താ? What is the answer for this? Is it A, occasional cravings? Is it depression? Is it എന്താ പറയുന്ന an increased sense of energy? Or is it anhedonia? What is anhedonia? Does anybody know what that is? What is anhedonia? It's an inability to feel pleasure. So anhedonia is the inability to feel pleasure. അതാണോ സംഭവിക്കുന്നത്? അത് സംഭവിക്കാത്തത്. ഇതിൽ ഏത് കാര്യമാണ് സംഭവിക്കാതിരിക്കുന്നത്? It's an obvious answer. So 24ന്റെ ഉത്തരം വേഗം പറഞ്ഞേ. It is an increased sense of energy. 23C, yes, Joby, correct answer. Anhedonia എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു പ്ലഷർ ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്കാണ് അനിഡോണിയ എന്ന് വിളിക്കുക. ഡിപ്രഷൻ നമുക്കറിയാം, ഒക്കേഷണൽ ക്രേവിങ്സ് ഫോർ സോ ലോങ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഒക്കേഷണൽ ക്രേവിങ്സ് ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം, അനിഡോണിയ ഉണ്ടാവാം. അപ്പം ഇതിൽ ഉണ്ടാവാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻ ഇൻക്രീസ്ഡ് സെൻസ് ഓഫ് എനർജി. യെസ്, you people are right. So question number 25. Confusion, disorientation, delusion and hallucination are the characteristics of what? Confusion, disorientation എന്ന് വെച്ചാൽ നമുക്ക് എന്താ സംഭവം എന്താണെന്നൊന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. Delusions, hallucinations are the characteristics of what? Option A, micro sleeps ആണോ? Option B, circadian rhythms ആണോ? Option C, sleep deprivation psychosis ആണോ? അതോ D, sleep narcosis ആണോ? Good, well done, jobs in Reva, miss. So there's a lot of encouragement happening in the chat box, so I want everybody to answer as well. So 25 ന്റെ ഉത്തരം എന്താണ്? മൈക്രോ സ്ലീപ്പ് ആണോ? സിർക്കാഡിയൻ റിതംസ് ആണോ? സ്ലീപ്പ് ഡിപ്രൈവേഷൻ സൈക്കോസിസ് ആണോ? കൺഫ്യൂഷൻ ഉണ്ട്, ഡിസോറിയന്റേഷൻ ഉണ്ട്, ഡിലൂഷൻസ് ഉണ്ട്, ഹാലൂസിനേഷൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും? ഈ ഡിലൂഷനും ഹാലൂസിനേഷനും ഒക്കെ ഉണ്ടാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി വാട്ട്? Clinical psychology പഠിച്ച ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് I am going to ask you sleep deprivation. The answer for this is actually sleep deprivation psychosis. കാരണം ഇവിടെ delusions അതോടൊപ്പം തന്നെ hallucinations ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ the answer is sleep deprivation psychosis. Okay. So question number 26. എല്ലാവരും വരൂ. Question number 26ലേക്ക്. I want everybody to be there with me for 26th question. Okay. Question number 26, ready? Nicotine is classified as, nicotine എന്ന് പറയുന്ന ആ ഒരു ഡ്രഗ് is classified as what? Narcotic ആണോ? അതോ depressant ആണോ? Relaxant ആണോ? അതോ stimulant ആണോ? What is this? Nicotine is what? The safest sleep position for most infants in order to prevent SIDs is relaxant അല്ല, it's a stimulant. Nicotine ഒരു stimulant ആണ്. Okay. Question number 27. The safest sleep position for most infants in order to prevent SIDs is what? എന്താണ്? ഒന്ന് നോക്കിക്കേ. The safest sleep position for children. Safest sleep position for most infants in order to prevent SIDS. SIDS എന്ന് നമ്മൾ വിളിക്കും. SIDS in children. Option number A, face down കിടക്കുന്നതാണോ?
on the backs or sides കിടക്കുന്നതാണോ അതോ rebound കിടക്കുന്നതാണോ അതോ none of these ആണോ എങ്ങനെ കിടക്കുന്നതാണ് കുട്ടികളെ അല്ലെങ്കിൽ എന്താ പറയാ സിഡ്സ് ഉണ്ടാവാതെ സൂക്ഷിക്കുന്നത് എന്താണ് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം ആണ് സിഡ്സ് എന്ന് പറയുന്നത് ഓക്കെ സിഡ്സ് ഉണ്ടാവാതെ നോക്കുന്നത് ഏതാണ് ഏറ്റവും സേഫസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ ഏതാണെന്ന് അറിയാമോ 26B 26 no 27 ഉത്തരം പറ 27 ഉത്തരം എന്താണ് the safest sleeping position for most infants in order to prevent SIDs അതായത് sudden incidents sudden infant death syndrome പെട്ടെന്ന് മരിച്ചു പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് that is a syndrome actually so 27 ഉത്തരം is on their backs or sides of കുട്ടികളെ സംബന്ധിച്ചിടത്തോളം safest sleeping position is what on the backs or sides okay 27D yes Gifty correct answer ini question number 28 infant sleep in 6 to 8 hour block of time നമുക്കറിയാം കുട്ടികൾ ഉറങ്ങും എണീക്കും ഫുഡ് കഴിക്കും yes Joby you are also correct 27 is B okay so infant sleeps in 6 to 8 hour block of time B 12 hours a day in 2 to 4 hours block of time D in totally irregular pattern അപ്പം ഇതിൽ ഏതിലാണ് infant sleep ചെയ്യുന്നത് better sleep ചെയ്യുന്നത് എങ്ങനെയാ എപ്പോഴാ in 6 to 8 hours block of time ആണോ 12 hours a day ആണോ in 2 to 4 hours block of time ആണോ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം അവനൊരു 2 to 4 മണിക്കൂർ ഉറങ്ങും പിന്നെ എണീക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ the infant sleeps in 2 to 4 hour block of time okay so the answer is C ini next question question number 29 question number 29 ലേക്ക് വരൂ എല്ലാവരും question number 29 substances capable of altering human consciousness are classified as അതായത് നമ്മുടെ human consciousnessനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം question number 29 ഓപ്ഷൻ A ഫാർമക്കോളജിക് ഡ്രഗ്സ് ആയിട്ടാണോ ഓപ്ഷൻ B അഡിക്റ്റീവ് ഡ്രഗ് ആയിട്ടാണോ ഓപ്ഷൻ സി സൈക്കോ ആക്റ്റീവ് ഡ്രഗ് ആയിട്ടാണോ ഓപ്ഷൻ ഡി നർക്കോട്ടിക്സ് ആയിട്ടാണോ സോ ഇതിനകത്ത് ഏതായിട്ടാണ് ഓൾട്ടറിങ് ഹ്യൂമൻ കോൺഷ്യസിനെ ഓൾട്ടർ ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രേഷ്മ യെസ് കറക്റ്റ് ആൻസർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി സൈക്കോ ആക്റ്റീവ് ഡ്രഗ് യെസ് കറക്റ്റ് ആൻസർ okay so it's so good to have you Reshma the option question number 29 it's option C psychoactive drug yes yay I'm very excited though question number 30 the area of research which would be of least concern to behaviorist so the area of research which would be of least concern to behaviorist നെ സംബന്ധിച്ചിടത്തോളം വളരെ least concerning ആയിട്ടുള്ള research area ഏതാണ് A language option B obsessive compulsive disorder option C affects option D adjustment disorders option E imitation learning അപ്പം അതായത് എന്താ പറയാ ബിഹേവിയറിസ്റ്റുകൾക്ക് ലീസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഏരിയ ഏതാണെന്ന് ഒന്ന് വെറുതെ ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ലാംഗ്വേജ് ആണോ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണോ അഫക്ട്സ് ആണോ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ആണോ ഇമിറ്റേഷൻ ലേണിംഗ് ആണോ ഏതായിരിക്കും സോ ദ ആൻസർ ഫോർ ദിസ് ഇസ് ആക്ച്വലി 29C യെസ് രേവമനെ the answer is 29C so question number 30 it is option A ആണോ B ആണോ C ആണോ D ആണോ E ആണോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ the area of research which would be least concern of ബിഹേവിയറിസ്റ്റുകൾ അവർ ഓവേർട്ട് ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുള്ളൂ അതായത് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ പുറകിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയും അവർ ചിന്തിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് അവർക്ക് ലീസ്റ്റ് കൺസേൺ ഉള്ള ഏരിയ ഏതായിരിക്കാം ഇറ്റ് ക്യാൻ ബി what the option C that is affects അവർക്ക് ഇമോഷൻസിനെ കുറിച്ചോ അഫക്റ്റുകളെ കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു so option question number 30 the answer is എന്ത് പറ്റി answer is C 30C ആണ് okay so next one 30 യുടെ C ആണ് Reshma the answer is C okay so question number 31 the outer surface of a cell physiology ക്ലാസ്സുകളിലേക്ക് തിരിച്ചു പോകൂ so the outer surface of a cell is called dash
and the fluid inside the cell is called dash. എന്താണ് the outer surface of a cell എന്താണെന്നാ വിളിക്കുന്നത്? നമുക്കറിയാവുന്ന outer surface of a cell is called what? നമുക്കതറിയാം, മെംബ്രെയിൻ ആണെന്ന് നമുക്കറിയാം. ആ സെല്ലിന്റെ ഔട്ടർ സർഫസിനെ നമ്മൾ മെംബ്രെയിൻ എന്നാണ് വിളിക്കുക, മെംബ്രെയിൻ. ഇനി and the fluid inside the cell, fluid inside the cell ഏതാണ്? Fluid inside the cell is actually what? No, it is nuclear fluid അല്ല, it is cytoplasm എന്നാണ് നമ്മൾ പറയുന്നത്. The outer surface of a cell is called as a membrane and the fluid inside the cell is called as cytoplasm. Cytoplasm is a jelly-like substance, right? Yes, correct answer. Yes. ആ jelly-like substance ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സെല്ലിന് ഇൻസൈഡ് ഉള്ള ഫ്ലൂയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ the answer would be cytoplasm. So the correct answer is option D, membrane and cytoplasm. Okay. ഇനി question number 32. Which part of the neuron consists the nucleus? Nucleus ഇരിക്കുന്ന ന്യൂറോണിന്റെ പാർട്ട് ഏതാണ്? 32. Which part of a neuron contains the nucleus? സെൽ ബോഡി ആണോ, ഡെൻഡ്രൈറ്റിലാണോ ഇരിക്കുന്നത്, ആക്സോൺ ആണോ, അതോ പ്രീ സിനാപ്റ്റിക് എൻഡിലാണോ ന്യൂറോൺ കൺസിസ്റ്റ് ചെയ്യുന്നത്? വിച്ച് പാർട്ട് ഓഫ് എ ന്യൂറോൺ കണ്ടെയ്ൻസ് ദ ന്യൂക്ലിയസ്? അതായത് ന്യൂക്ലിയസ് എവിടെയാണ് ഇരിക്കുന്നത്? വേർ ഇസ് ദ ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് ഇസ് വേർ? സെൽ ബോഡിയിലാണോ ഡെൻഡ്രൈറ്റിലാണോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ പഠിച്ച ഒരു നെർവിന്റെ പടം? ഇങ്ങനെയൊക്കെ ഇരിക്കും അല്ലെ? It was supposed to be like this, something similar to this. And nucleus കണ്ടുപിടിക്കരുത്, so ഒരു nerve കണ്ടുപിടിക്കരുത്. ഒരു ന്യൂറോണിലെ ന്യൂക്ലിയസ് എവിടെ ആയിരിക്കുക? Yes, correct answer, cell ബോഡിയിലാണ്. Correct. 32, the answer is A. ഇനി next question 33. Which part of a neuron is responsible for receiving information? Receiving information എന്താ പറയുന്നത്, ഒരു ഇൻഫർമേഷൻ മറ്റൊന്നിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് ആരാണ്? ആക്സോൺ ആണോ, ടെർമിനൽ ഫൈബർ ആണോ, ഡെൻഡ്രൈറ്റ് ആണോ, മൈലീൻ ഷീത്ത് ആണോ? മൈലീൻ ഷീത്ത് അതിന്റെ മേളിൽ കൂടെ ഉള്ള എന്താ പറയുന്നത്, നെർവിന്റെ മേളിൽ കൂടെ ഉള്ള ഒരു സംഭവത്തെയാണ് മൈലീൻ ഷീത്ത് എന്ന് വിളിക്കുക. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അറ്റത്തൂടെ ഉള്ള സംഭവങ്ങളാണ്. ടെർമിനൽ ഫൈബർ, അതോടൊപ്പം തന്നെ ആക്സോൺസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഏതാണ് ശരിക്കും പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ റിസീവിങ് ഇൻഫർമേഷൻ? ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നതിൽ എന്താ പറയുക പാർട്ട് വഹിക്കുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 33. ദ ആൻസർ ഇസ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റുകളാണ് ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്നത്. ഇവിടെ ഉള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ, ഈ ഡെൻഡ്രൈറ്റ്സ് ആണ് ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്നത്. Okay, so which part of the neuron is responsible for receiving information? It is dendrites. Okay. Ini question number 34. No, it is dendrite. Okay, so question number 34. In evolutionary terms, which is the oldest part of the brain? Brain inde older part ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏതാണ്? The limbic system ആണോ? Option B, the cortex ആണോ? The option C, the brain hemisphere ആണോ? Option D, brain stem ആണോ? ഇതിൽ ഏതാ? In evolutionary terms, which is the oldest part of the brain? Oldest part of the brain ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആരാണ്? ഏതാണ്? Limbic system ആണോ, കോർട്ടെക്സ് ആണോ, റൈറ്റ് ഹെമിസ്ഫിയർ ആണോ, ബ്രെയിൻ സ്റ്റം ആണോ? What is the answer for this? In evolutionary terms, the oldest part of the brain ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് is ഏതാണ്? The answer is option D, brain stem. Okay, so question number 35. Question number 35. Yes, Reshma, you're correct. I don't know. The answer is brain stem. So question number 35. Question number 35. Schizophrenia and Parkinson's disease are both linked to changes in which neurotransmitter? അപ്പം സ്കീസോഫ്രീനിയയും പാർക്കിൻസൺസ് ഡിസീസും രണ്ടും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ചേഞ്ചസ് ആയിട്ടാണ്? അത് സെറോട്ടോണിൻ ആണോ, ഗ്ലൂട്ടാമേറ്റ് ആണോ, സി ഡോപ്പമിൻ ആണോ, ഡി അസറ്റൈലക്കോളിൻ ആണോ? ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ചേഞ്ച് ആണ് ഈ രണ്ട് കാര്യങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാ. സോ ദ ആൻസർ ഫോർ ദിസ് ഇസ്, if there is a confusion, the answer is dopamine ആണ്. സ്കിസോഫ്രീനിയയും പാർക്കിൻസൺസ് ഡിസീസും രണ്ടും എന്താ പറയുന്നത്, അതിൽ രണ്ടിന്റെയും ചേഞ്ചസിന് കാരണമാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് ഡോപ്പമിൻ. ഓക്കെ,
Ini question number 36. Question number 36. The dash is to feeling fear as the dash is to feeling pleasure. അപ്പം ഇതിനകത്ത് പോൺസ് ആണോ മെഡുല്ല ആണോ അല്ലെങ്കിൽ amygdala ആണോ hypothalamus ആണോ അത് cerebellum ആണോ amygdala ആണോ ഫീലിംഗ് ഫിയർ സെന്റർ ഏതാണ് അതോടൊപ്പം തന്നെ പ്ലഷർ സെന്റർ ഏതാണ് ബ്രെയിനിലെ പ്ലഷർ സെന്റർ ഏതാണ് ഫിയർ സെന്റർ ഏതാണ് എന്ന് മാത്രം പറയുക ഏതാണ് Question number 36. Fear center എന്ന് പറയുന്നത് amygdala ആണ് നമ്മൾ പീഡിപ്പിക്കുന്നത് amygdala ആണ് and then നമുക്ക് എന്ത് വരുത്തുന്നത് നമുക്ക് pleasure കിട്ടുന്നത് hypothalamus ൽ നിന്നാണ് so the answer is what B amygdala and hypothalamus so fear center is actually amygdala and then the feeling of pleasure is from hypothalamus so dopamine അല്ലേ അല്ല എന്നാണ് പറയുന്നത് so I'll look into that if 36B correct answer yes Joby correct answer amygdala and hypothalamus okay good so question number 37 the effect of neurotransmitter may be what chemical or electrical ആണോ excitatory or inhibitory ആണോ positive or negative ആണോ active or passive ആണോ അതായത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എഫക്റ്റ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത് അത് എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് കെമിക്കൽ എഫക്റ്റ് ആണോ ഇലക്ട്രിക്കൽ എഫക്റ്റ് ആണോ അതോ എക്സൈറ്ററി ഇൻഹിബിറ്ററി എഫക്റ്റ് ആണോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഫക്റ്റ് ആണോ ആക്റ്റീവ് ഓർ പാസീവ് എഫക്റ്റ് ആയിരിക്കുമോ സോ ദ ആൻസർ ഫോർ ദിസ് ഇസ് ആക്ച്വലി എക്സൈറ്ററി ഇൻഹിബിറ്ററി ദ എഫക്റ്റ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സൈറ്ററി ഇൻഹിബിറ്ററി okay so question number 38 question which of the following is not a lobe of the brain ന്റെ ലോബ് അല്ലാത്തത് ഏതാണ് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ frontal lobe dorsal lobe parietal lobe temporal lobe എന്ന് പറഞ്ഞാലും ഇത് ലോബ് അല്ലാത്തത് ഏതാണ് ഏതാ dorsal lobe നമ്മൾ ഇതുവരെ സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ല frontal ഉണ്ട് parietal ഉണ്ട് temporal ഉണ്ട് അപ്പം which one is not a lobe of the brain the answer is dorsal 37B 38B correct answer dorsal okay question number 39 a person who is drunk may have difficulty walking in a straight line because the alcohol has impacted her appo vellam adicha oralku എന്താ പറയാ നേരെ നടക്കാനായിട്ട് പറ്റില്ല വെള്ളം അടിച്ച ഒരാൾക്ക് നേരെ നടക്കാൻ പറ്റാതെ വരുന്നു അപ്പോ ആ വ്യക്തിക്ക് എന്താണ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ നേരെ നടക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവന്റെ എവിടം അഫക്റ്റ് ആയതുകൊണ്ടാണ് ബ്രെയിനിലെ ഏത് പോർഷൻ അഫക്റ്റഡ് ആയതുകൊണ്ടാണ് ആ വ്യക്തിക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നേരെ നടക്കാൻ പറ്റാത്തത് എന്ന ചോദ്യം സോ എ തലാമസ് ബി റെക്ടിക്കുലർ ഫോർമേഷൻ സി അമിഗ്ഡാല ഡി സെറിബെല്ലം അപ്പം ആൽക്കഹോൾ ബാധിക്കുന്നത് ഏത് പാർട്ടിനെയാണ് സോ ദ ആൻസർ ഇസ് വേഗം പറഞ്ഞു what is the answer for this so when a person is drunk he is not able to walk straight it is because the alcohol has affected where evide so the answer ഞാൻ തന്നെ പറയാം the answer is D cerebellum D alla it's D 39 is D cerebellത്തെയാണ് affect ചെയ്യുന്നത് okay so next question here comes next question 40 damage to hippocampus is most likely to impair അതായത് hippocampus നമ്മുടെ ബ്രെയിനിലെ ഒരു പാർട്ട് ആയിട്ടുള്ള ഹിപ്പോകാമ്പസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏത് കഴിവിനെയാണ് ബാധിക്കുന്നത് മെമ്മറി ആണോ ബാലൻസ് ആണോ സ്ലീപ്പ് ആണോ ബ്രീതിങ് ആണോ അപ്പൊ ഇതിൽ ഏതാണ് മെമ്മറി ഹിപ്പോകാമ്പസിന് എന്തെങ്കിലും ഇമ്പയർമെന്റ് സംഭവിച്ചാൽ ബാധിക്കുന്നത് ഏതാണ് 40 the answer is A memory correct appo nammade hippocampus vadiyayittu hippocampus endengile sambhavichal nammade memory adu baadhikkunnu correct answer Alina and then question number 41 which part of the limbic system is involved in an animal's feeling of hunger namukku veshappu undakkunnathu aaranu ennaanu ചോദ്യം വിശപ്പ് ഉണ്ടാക്കുന്നത് ബ്രെയിനിലെ ഏത് പാർട്ടാണ് തലാമസ് ആണോ പോൺസ് ആണോ ഹിപ്പോകാമ്പസ് ആണോ ഹൈപ്പോതലാമസ് ആണോ ഇതിൽ ഏതാണ് നമുക്ക് വിശപ്പ് തരുന്നത് 41 പറയൂ 41 ന്റെ ഉത്തരം which part of the limbic system ത്തിലെ ഏത് പാർട്ട് is involved in an animal's feeling of hunger limbic systemത്തിലെ ഏത് പാർട്ടാണ് ഹങ്കറിന് കാരണം സറ്റൈറ്റേഷന് കാരണം സറ്റൈറ്റേഷൻ എന്ന് വെച്ചാൽ hunger and satiety
Satiety hormone വെച്ചാൽ നമ്മൾ നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൽ ഏതാണ്? Yes, Gifty, correct answer. The answer is hypothalamus. Hypothalamus ആണ് നമ്മുടെ limbic system. നമ്മുടെ animals feel hungry. നമ്മൾ വിശപ്പ് നമുക്ക് തോന്നുന്നത് hypothalamus ആണ്. നമ്മുടെയൊക്കെ hypothalamus എൻ്റെ hypothalamus നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് തോന്നുന്നത്. എപ്പോഴും വിശപ്പാണ്. Okay. So question number 42. The dash consists of glands that secrete hormones. അപ്പം the dash that consists secrete hormones. ഇതിൽ എവിടെയാണ് glands ഉള്ളത് which can secrete hormones? 42 question answer. Option number A nervous system, option B immune systemത്തിലാണോ, option C endocrine systemത്തിലാണോ, option D cerebral cortexത്തിലാണോ? ഇതിൽ എവിടെയാണ് ഗ്ലാൻഡുകൾ ഉള്ളത് which can actually secrete hormones? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? 42 question number 42 ന്റെ ഉത്തരം എന്താണ്? Consist of glands that secrete hormones. ഏതാണ്? Yes, endocrine system. നമ്മുടെ hormone system ആണ്. Okay. So question number 43. Testosterone is to dash as estrogen is to dash. Testosterone is to thyroid ആണോ? Testosterone is to testis ആണോ? Testosterone is to sympathetic ആണോ? Testosterone is to pancreas ആണോ? ഇതിൽ ഏതാണ്? Testosterone is to parathyroid and estrogen is to what? Parathyroid എന്നതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം 44B അല്ല, 44A ആണ്. ഓക്കെ, 44. In the context of brain imaging, what does FMRI stands for? FMRIയുടെ full form എന്താണ്? MRI magnetic resonance imaging ആണെന്ന് നമുക്ക് പലർക്കും അറിയാം. എന്നാൽ FMRI എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫാസ്റ്റ് മൂവിംഗ് റിക്കവറി ഇമേജിംഗ് ആണോ, ബി ഫസ്റ്റ് മൂവബിൾ റെക്കോർഡഡ് ഇൻഡിക്കേറ്റർ ആണോ, ഓപ്ഷൻ സി ഫ്ലെക്സിബിൾ മോഷൻ റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റർ ആണോ, ഓപ്ഷൻ ഡി ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണോ? So the answer for 44 is the functional magnetic resonance imaging. Correct answer, Joby. So it is functional magnetic resonance imaging. Yes. So question number 45. Which lobe is primarily responsible for hearing the language? അപ്പോൾ ലാംഗ്വേജ് കേൾക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലോബ് ഏതാണ്? 45. Question number 45. Option A temporal lobe, option B parietal lobe, option C frontal lobe, option D occipital lobe. ഇതിൽ ഏതാണ്? Which lobe is primarily responsible for the hearing of languages? It is option A temporal lobe ആണ് responsible for hearing and languages. Yes, correct, Gifty. So question number 44. Which area of the brain stem controls heart rate and breathing? നമ്മുടെ heart rateനെയും നമ്മുടെ breathingനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ ഏതാണ്? ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ഏത് ഏരിയ ആണ് ഹാർട്ട് റേറ്റിനെയും ബ്രീത്തിങ്ങിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്? സോ ഓപ്ഷൻ എ റെറ്റിക്കുലർ ഫോർമേഷൻ, ഓപ്ഷൻ ബി മെഡുല്ല, ഓപ്ഷൻ സി പോൺസ്, ഓപ്ഷൻ ഡി തലാമസ്. ഇറ്റ് ഈസ് ആക്ച്വലി ഓപ്ഷൻ ബി. നമ്മുടെ ഈ ഒരു പാർട്ടിൽ നിന്റെ ഇന്നടത്ത് അടി കിട്ടിയാൽ എന്താ പറയുന്നത്, പെട്ടെന്ന് മരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ. So the answer for this is B. നമ്മൾ തമാശയ്ക്ക് പറയില്ലേ, മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് തല്ലി കിട്ടിയാൽ കിടന്നു പോകും എന്നൊക്കെ നമ്മൾ പറയൂലോ. So the brain stem controls heart rate and breathing. The reason why, കാരണം ഇത് കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ആയതുകൊണ്ടാണ്. Okay, so question number 47. Which structure allows communication between the hemispheres? രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനിലെ, റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും. അപ്പൊ ഈ രണ്ട് ഹെമിസ്ഫിയേഴ്സും തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു എന്നാണ് ചോദ്യം. Which structure allows communication between hemispheres? Reticular formation ആണോ, temporal lobe ആണോ, contralateral bridge ആണോ, അതോ corpus callosum ആണോ? ഇതിൽ ഏതാണ് രണ്ട് ഹെമിസ്ഫിയേഴ്സിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്? 47 is, yes, Alina, you are correct. It is the corpus callosum. Okay, that is what the structure allows communication between two hemispheres. Okay, in question number 48. Which part of the endocrine system is sometimes called the master gland? നമ്മുടെ ശരീരത്തിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഏത് ഭാഗമാണ്? ഓപ്ഷൻ എ adrenal gland, option B pancreatic gland, pancreas, option C pituitary gland, option D pineal gland. അപ്പോൾ ഇതിൽ ഏതാണ്? 48 C ആണോ? Yes, correct. It is option C pituitary gland. Well done. Yes.
ഇനി 49, which of the following, Gifty is correct, Alina is also correct. Okay, good. So question number 49, which of the following is not part of endocrine system? Endocrine systemത്തിന്റെ part അല്ലാത്തത് ഇത് ഏതിലാണ്? അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. which is not a part of the endocrine system. So 49th question, the first option A, pons, option B, pancreas, option C, parathyroid, option D, pineal gland. അപ്പോൾ ഇതിൽ ഏതാണ്? So the answer here is 49A, correct answer. Pons ആണ് നമ്മുടെ endocrine systemത്തിന്റെ part അല്ലാത്തത്. Okay, question number 50. The brain's ability to change in response to experience or damage. അതായത് ഏതെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസസോ വഴിയായിട്ട് ബ്രെയിനിന് മാറാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു എബിലിറ്റിയെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ലാറ്ററലൈസേഷൻ എന്നാണോ, ലിസിയോണിങ് എന്നാണോ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണോ, അതോ ഫങ്ഷനാലിറ്റി എന്നാണോ? ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ ഇസ് ആക്ച്വലി 50. 50 ഉത്തരം എന്താണ്? I am sure everybody know this. So yes, correct answer. The 50, the answer is neuroplasticity. Neuroplasticity ആണ് ബ്രെയിനിന്റെ ആ ഒരു എബിലിറ്റി ആണ് ഇൻ റെസ്പോൺസ് ടു, അതായത് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റി ബ്രെയിൻ ഒരു ചെറിയ പ്രശ്നം വന്നാലും ബ്രെയിനിന് അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ട് ചില സമയങ്ങളിൽ ടു ആക്ച്വലി എന്താ പറയുക മറ്റ് പാർട്സ് അതിന്റെ കഴിവ് ഏറ്റെടുക്കുന്നു. ഓക്കെ, അപ്പൊ ബ്രെയിനിന് ആ ഒരു ചേഞ്ചിങ് എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ that ability is called as neuroplasticity. Okay, so question number 51. Which is the most common neurotransmitter in the brain? ബ്രെയിനിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള എന്താ പറയുക ന്യൂറോട്രാൻസ്മിറ്റർ ഏതാണ്? Which is the most common neurotransmitter in the brain? Option A, serotonin, option B, glutamate, option C, dopamine, option D, GABA. ഇതിലേതാ? Option D, correct answer, Alina. It is GABA. GABA ആണ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കാണുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. Okay, question number 52. Which of the following is the response of the sympathetic nervous system? Sympathetic nervous systemത്തിന്റെ റെസ്പോൺസ് ആയിട്ട് നമ്മൾ കരുതുന്നത് ഏതാണ്? Extra sugar is released to the bloodstream, increased perspiration, increased respiration, or all of the above. Sympathetic nervous systemത്തിന്റെ പ്രവർത്തനമായിട്ട് നമ്മൾ കാണുന്നത് ഏതൊക്കെയാണ്? എക്സ്ട്രാ ഷുഗർ ഈസ് റിലീഡ് ടു ബ്ലഡ് സ്ട്രീം ആണോ, ഇൻക്രീസ്ഡ് പെർസ്പിറേഷൻ, റെസ്പിറേഷൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദ ആൻസർ ഇസ് ഓൾ ദ എബവ്. 52 all the above. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 53, ദ അഡ്രീനൽ ഗ്ലാൻഡ് ഏത് ഹോർമോൺ ആണ് റിലീസ് ചെയ്യുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് എ കോർട്ടിസോൾ, ബി എഫിനെഫ്രിൻ, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി മെലറ്റോണിൻ. അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? 53 കോർട്ടിസോൾ ആണോ, എഫിനെഫ്രിൻ ആണോ, എ ആൻഡ് ബി രണ്ടും, കോർട്ടിസോളും എഫിനെഫ്രിനും രണ്ടും ആണോ, അതോ മെലാറ്റോണിൻ ആണോ? അഡ്രിനാലിൻ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് കോർട്ടിസോൾ ആൻഡ് എഫിനെഫ്രിൻ. ഈ രണ്ട് സാധനങ്ങളും അഡ്രിനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സോ ദ ആൻസർ ഇസ് ദിസ് വൺ, എ ആൻഡ് ബി. 53C, correct answer. Yes, correct. Very correct. Congratulations. So which of the following is not a kind of non-verbal communication? ഇപ്പൊ ഇതിനകത്ത് non-verbal communication അല്ലാത്തത് ഏതാണെന്ന് നോക്കാം. ഫേഷ്യൽ എക്സ്പ്രഷൻ തീർച്ചയായിട്ടും non-verbal communication ആണ്. കരയുന്നത് is also a form of non-verbal communication. Swearing, tone of voice is also what? Tone of voice ശരിക്കും പറഞ്ഞാൽ ഒരു non-verbal communication ആണ്. Okay, so the answer for this is swearing. Swearing is not a non-verbal communication. Okay, in question number 56. Dash is the main sugar that the body uses for energy. അപ്പൊ നമ്മുടെ ശരീരം മെയിൻ ഷുഗർ ആയി കണ്ട് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ട് ഏതാണ്? ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി ലെപ്റ്റിൻ, ഓപ്ഷൻ സി ഫ്രക്ടോസ്, ഓപ്ഷൻ ഡി ഗ്ലൂക്കോസ്. അപ്പം മെയിൻ ഷുഗർ ആയിട്ട് കണ്ട് ബോഡി യൂസ് അപ്പ് ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് വെരി വെരി സിമ്പിൾ, ഇറ്റ് ഇസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണ്. Okay, question number 57. Physical exercise ന് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും? Physical exercise can lower the blood pressure ആണോ, improves muscle strength ആണോ, ഓപ്ഷൻ സി slow age related cognitive decline ആണോ, all of the above ആണോ? Physical exercise can lower blood pressure, improve muscle strength, slow age related cognitive decline, all the above. So ഇതിന്റെ ഉത്തരം എന്താണ്? Question number 57 ഉത്തരം എന്താണ്?
57 somebody. Physical exercises can lower blood pressure ശരിയാണ്. Muscle strength കൂട്ടാം അതും ശരിയാണ്. Slow age related cognition decline അതും ശരിയാണ്. So the answer for 57 is very obvious, that is all the above. Okay. Yes, 57 the correct answer. So which of the following is a human sex hormone? Human sex hormone ആയിട്ട് കരുതുന്നത് ഇതിൽ ഏത് ഹോർമോൺ ആണ്? Ghrelin, Hrelin, estrogen, insulin, adrenaline. അപ്പോൾ ഇതിനകത്ത് ഹ്യൂമൻ സെക്സ് ഹോർമോൺ ആയിട്ട് കരുതുന്ന ഹോർമോൺ ഏതാണ് എന്നതാണ് ചോദ്യം. The answer is estrogen. Estrogen ആണ് ഹ്യൂമൻ സെക്സ് ഹോർമോൺ ആയിട്ട് കരുതുന്നത്. Correct. Job is correct. So which of the following does not influence our feeling of hunger? നമ്മുടെ ഹങ്കറിനെ എഫക്ട് ചെയ്യാത്ത അത് എന്താണ്? Not influence our feeling of hunger. Option A insulin, option B ghrelin, option C septin, option D leptin. Which following does not influence our feeling of hunger? Septin ആണ് നമ്മുടെ feeling of hunger-നെ ഒരു രീതിയിലും എഫക്ട് ചെയ്യാത്തത്. Okay, question number 61. Anorexia nervosa is characterized by what? Option A, distorted body image ano, extreme low body weight ano, obsessive fear of gaining weight ano, all the above ano. Anorexia nervosa, obsessive fear of fat gaining. Okay. Another term 61D correct ആണ്. 61 is actually D കേട്ടോ. Distorted body image ഉണ്ടാവും, extreme low body weight ഉണ്ടാകും. Oh yes, we have missed the 59th question. According to James Lange theory of emotions, so emotions in the theory, James Lange theory അനുസരിച്ച് an emotional experience, according to James Lange's theory of emotion, option A, emotional experience and physiological arousal occurs at the same time ano. Emotional experience precedes the physiological arousal ennaano. Option C, physiological arousal precedes emotional experience ennaano. We cannot experience different emotions ennaano James Lange theory kathu parayunnathu. James Lange theory, two factor theory of emotions undallo. So 59 physiological. So the answer for 59 edana? Physiological arousal precedes emotional experience. Well done. So the answer is option C. Okay. So question number 60. The answer is septin ana. Okay. 61 ന്റെ ഉത്തരം എന്താണ്? Distorted body image ഉണ്ട്, extreme low body weight ആയിരിക്കാം, obsessive fear of weight gain ഉണ്ട്. So it can be all the above. Anorexia nervosa, it can be all the above. Okay. So question number 62. Another term for fertilized ആയിട്ടുള്ള ovum. Fertilized ആയിട്ടുള്ള ovumത്തിന് നമ്മൾ എന്തെന്നാ പറയാ? Placenta എന്നാണോ, sperm എന്നാണോ, fallopian എന്നാണോ, zygote എന്നാണോ വിളിക്കുക? So fertilized ആയിട്ടുള്ള ovumത്തിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? We call the fertilized ovum as what? Zygote. Fertilized ആയിട്ടുള്ള ovumത്തെ നമ്മൾ zygote എന്നാണ് വിളിക്കുന്നത്. Okay, correct. So question number 63. Oh, Alina is here. So question number 63. Kohlberg proposed a stage theory of what? 62, obviously D. Yeah, obviously the correct answer. So 63, question number 63. Kohlberg proposed a stage theory of what? Stage theory of what? Cognitive development ano, sexual development ano, social development ano, moral development ano. Kohlberg in the theory proposed either or stage theory proposed either of what? In the theory ano, cognitive development ne patti ulladayirunno, sexual development ne patti ulladayirunno, social development ne patti ano, ado moral development ne patti ano. So the answer here is moral development. Moral development inde aayirunnu Kohlberg inde stage theory. Okay, question number 64. Which brain area is responsible for reasoning and planning? Reasoning and planning in a responsible ആയിട്ടുള്ളത് ആരാണ്, ഏതാണ്? Reasoning and planning in a ഏത് brain area ആണ് responsible ആയിട്ടുള്ളത്? So 64 ന്റെ ഉത്തരം ഏതാണ്? Reasoning and planning നമ്മുടെ എവിടമാണ്? Prefrontal cortex ആണ്. So option B, that is prefrontal cortex ആണ് responsible for reasoning and planning. Correct. Question number 65. The strange situation is a test for.
അറ്റാച്ച്മെന്റ് ആണോ? കുട്ടികളിൽ സ്ട്രേഞ്ച് സിറ്റുവേഷൻ, അതായത് സ്ട്രേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നത് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന കാര്യം പഠിക്കുന്നതിനായിരുന്നോ, അക്കോമഡേഷൻ പഠിക്കുന്നതിനായിരുന്നോ, അസിമിലേഷൻ പഠിക്കുന്നതിലായിരുന്നോ, ആർബിട്രേഷൻ പഠിക്കുന്നതിലായിരുന്നോ? So the answer we know it is 65A, attachment. Attachment നമ്മൾ പെട്ടെന്ന് ഒരു സ്ട്രേഞ്ച് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ പ്രൈമറി കെയർടേക്കേഴ്സിലേക്ക് നോക്കുന്നു. സോ അറ്റാച്ച്മെന്റിന്റെ ഒരു സ്റ്റഡി ആയിരുന്നു സ്ട്രേഞ്ച് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. So question number 66. You are watching a newborn when it is startled by a loud noise. അപ്പം പെട്ടെന്ന് ഒരു newborn ഭയങ്കര loud noise ആയിട്ട് startled ആവുന്നു. So the baby extend arms and legs. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ ഈ കുട്ടി കൈയും കാലും നല്ലപോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. Okay. Then quickly bring them as if it were trying to grasp something. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈയും കാലും ഒക്കെ പിടിക്കില്ലേ? So ഇത് ഏത് ടൈപ്പ് ഓഫ് ഗ്രാസ്പ് ആണ്? ഏത് ടൈപ്പ് ഓഫ് ഗ്രാസ് റിഫ്ലെക്സ് ആണ് ഇവിടെ നടക്കുന്നത്? 66. Question number 66ന്റെ ഓപ്ഷൻസ് ഇതാണ്. ഗ്രാസ്പ് റിഫ്ലെക്സ് ആണോ, ടോണിക് റിഫ്ലെക്സ് ആണോ, മോറോ റിഫ്ലെക്സ് ആണോ, സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ് ആണോ? നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ കുലുങ്ങുന്ന പോലെയൊക്കെ തോന്നുമല്ലോ നമുക്ക്. സോ വാട്ട് റിഫ്ലെക്സ് ഇസ് ദാറ്റ്? ഏത് റിഫ്ലെക്സ് ആണ്? 66ന്റെ ഉത്തരം is actually മോറോ റിഫ്ലെക്സ്. അപ്പൊ അങ്ങനെ ഉള്ള മൂവ്മെന്റ് കാണിക്കുന്നതാണ് മോറോ റിഫ്ലെക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 67. ഇനി മൂന്ന് ചോദ്യങ്ങളും കൂടെ ഉള്ളൂ. ഡാഷ് ഇസ് ദ എബിലിറ്റി ടു തിങ്ക്, അക്വയർ ഇൻഫർമേഷൻ ക്വിക്ലി ആൻഡ് അബ്സ്ട്രാക്ട്ലി. അപ്പൊ പെട്ടെന്ന് ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുന്നതിനും ക്വിക്കായിട്ടും അബ്സ്ട്രാക്റ്റ് ആയിട്ടും എന്താ പറയുക ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മെറ്റാകോഗ്നിഷൻ ആണോ, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണോ, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആണോ, അതോ സ്പീഡ് റീഡിംഗ് എന്നതാണോ? The answer for 67 is B, fluid intelligence ആണ്. Ability to think and acquire new information, പുതിയ information quickly and abstractedly, that is fluid intelligence. Okay. ഇനി Piaget believed that object permanence is typically attained during which stage? നമുക്കറിയാം ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അതായത് നമ്മളൊരു കളിപ്പാട്ടം കാണിക്കുന്നു എന്നിട്ട് അതിനെ ഒളിപ്പിച്ചു വെക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഒരിക്കലും ആ കളിപ്പാട്ടം പുറകിൽ ഇരിപ്പുണ്ടെന്ന് അറിയില്ല, അത് പോയി എന്നേ പറയുള്ളൂ. സോ അതിനെ ഒബ്ജക്ട് പെർമനൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു ഏജ് കാറ്റഗറി, ഏത് ഏജ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏത് ഒരു കാലഘട്ടത്തിലാണ് പിയാഷെ ബിലീവ് ചെയ്തിരുന്നത് ദാറ്റ് ഈ ഒബ്ജക്ട് പെർമനൻസ് ഉണ്ടായിരുന്നു എന്ന ചോദ്യം? അതിന് ഉത്തരം സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് കുട്ടികൾ ഒബ്ജക്ട് പെർമനൻസ് കുട്ടികളിൽ ഉള്ളത്. Okay, so 69. You are stroking a baby's cheek with your finger. The baby turns its head and tries to suck your finger. അപ്പം ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ഇങ്ങനെ എന്താ പറയുന്നത് കവിളിൽ ഇങ്ങനെ ഒന്ന് തൊട്ടാല് കുട്ടികൾ ഇങ്ങനെ തലതിരിക്കും. അപ്പം അതിനൊരു പ്രത്യേക ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് ഒരു റിഫ്ലെക്സ് ആണ്. അപ്പൊ ആ റിഫ്ലെക്സിനെ എന്തെന്നാ നമ്മൾ വിളിക്കുക? റൂട്ടിംഗ് റിഫ്ലെക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. So the answer is rooting reflex. Okay, so the last question number 70. Dash are substances that can harm fetus. അപ്പൊ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന കുഞ്ഞുവാവേനെ ഫീറ്റസിനെ ഹാം ചെയ്യാനായിട്ട് സാധ്യതയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? നമ്മൾ അതിനെ ടെറാറ്റോജൻസ് എന്നാണ് വിളിക്കുന്നത്. ടെറാറ്റോജൻസ് ആർ സബ്സ്റ്റൻസസ് that can harm the fetus. Okay, so that's it about today. 70 questions ആണ് ഞാൻ choose ചെയ്യുന്നത്. So thank you so much for watching and being very interactive. I love you all. So Gifty, Alina, Reva and another Alina, thank you so much for being part of this. So എല്ലാവരും വാച്ച് ചെയ്യുക. ആൻഡ് നാളെയും ഇതുപോലെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു Q&A സെഷൻ ഉണ്ടായിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ടൈം. ലെറ്റ്സ് പ്രാക്ടീസ് ആൻഡ് സ്കോർ ഫോർ ഓൾ ദ സെറ്റ് നെറ്റ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാംസ് എഴുതുന്നവർക്കും ഈ ഒരു എന്താ പറയുന്നത് PYQ സെഷൻസ് വളരെ യൂസ്ഫുൾ ആണ്, കാരണം നമ്മൾ പെട്ടെന്ന് പഠിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മൈ കോഡ് ഇസ് AMT10. സോ ദാറ്റ്സ് വൈൻഡിങ് അപ്പ് സെഷൻ. താങ്ക് യു സോ മച്ച്.